അധ്യാത്മരാമായണം തുടരുന്നു. ഇന്ന് കിഷ്കിന്ധാകാണ്ഡത്തിൽ സീതാ അന്വേഷണ ഉദ്യോഗം, സ്വയംപ്രഭാഗതി, സ്വയംപ്രഭാസ്തുതി, അംഗദാദികളുടെ സംശയം എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും നിങ്കടൽ പങ്കജത്തിങ്കലുറച്ചവർ ശീലഗുണങ്ങളുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം. ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു നാലു ദിക്കിങ്കലും 100,000 കപിവീരന്മാർ പോകണമോരോ ദിശി പടനായകന്മാരോടും. ഇത്തം കപികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അദ്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാമാങ്കിതമാം അങ്കുലീയം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു. മന്നവൻ പോയാലുമെന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കപിസഞ്ചയം. മർക്കരവീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. യോഗിനി താനുമതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ചിന്മയമായ ഭവസ്വരൂപത്തെ ഞാൻ ഏനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം. സുഗ്രീവമുഖ്യ കപികുലസേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൾ. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം. തീരും ജനന മരണ ദുഃഖങ്ങളും
श्रुत्वा रघूत्तमवाक्यामृतं मुदा गत्वा तदैव बदर्याश्रमस्थले ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രപിച്ചിതവ്യയം. മാസമതീതമായി വന്നിതു നിർണയം, ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. രാമകാര്യത്തെയും സാധിക്കാതെ ചെൽകിൽ മാമക ജീവനും രക്ഷിക്കയില്ലവൻ. എന്തിനിച്ചെയ്വതോ സന്തതമോർക്കനാം ഗഹ്വരം പൂക്കു പരിഭ്രമിച്ചെത്രയും. വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം. നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്ക് പാർത്തോളം എന്നിത്തം നിരൂപിച്ചുറച്ചു കപികുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നമ്മൾ ആരണ്യകാണ്ഡത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സീതാദേവിയെ അപഹരിക്കുവാൻ വേണ്ടി സന്യാസവേഷത്തിലാണ് രാവണൻ വന്നത്. എന്തുകൊണ്ട് ആ വേഷം തിരഞ്ഞെടുത്തു? സീതാദേവി പാദപ്രണാമം ചെയ്യുന്ന ഒരൊറ്റ വേഷമേ ഉള്ളൂ, അത് കാഷായ വസ്ത്രധാരിയായ സന്യാസിയുടേതാണ്. നമ്മുടെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാവി നിറത്തിലുള്ള ഭാരതമാതാവിൻ്റെ കയ്യിൽ ഒരു കൊടി കണ്ടപ്പോൾ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ കിളി പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഓരോ നിറത്തിനും ഓരോ പ്രതീകങ്ങളാണ്. വെള്ള സമാധാനത്തിൻ്റേത്, കറുപ്പ് ദുഃഖത്തിൻ്റേതാണ്, ചുവപ്പ് അപകടം അല്ലെങ്കിൽ വിപ്ലവമാണ്, കാവി ത്യാഗത്തിൻ്റേതാണ്. ത്യാഗമെന്ന് പറഞ്ഞാൽ ഒന്നും എനിക്ക് വേണ്ട, എല്ലാം ഉണ്ടായിരുന്നിട്ടും വേണ്ടാത്തത്. കമ്മ്യൂണിസം ലോകത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. ഒന്ന് ഉള്ളവനും ഇല്ലാത്തവനും. ഭാരതത്തിൽ ഉള്ളവനും ഇല്ലാത്തവനുണ്ട്, ഉണ്ടായിരുന്നിട്ട് വേണ്ടാത്തവനുണ്ടായിരുന്നു. കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ശ്രീബുദ്ധനാകുവാൻ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചു അദ്ദേഹം. അപ്പോൾ ഉണ്ടായിരുന്നിട്ട് വേണ്ടാത്തവർ ധരിച്ച ആ വിശുദ്ധമായ വസ്ത്രത്തിൻ്റെ നിറമാണ് കാവി. കാവി നമ്മുടെ ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. ഈ ഭാരതത്തിൻ്റെ സംസ്കാരം ഇന്നും നിലനിൽക്കുവാനുള്ള കാരണം ഈ ത്യാഗമാണ്, ഈ സന്യാസിമാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയയും ബാബിലോണിയങ്ങളെല്ലാം തന്നെ ഈ മതവെറിയുടെ ഈ പടയോട്ടത്തിൽ തകർന്നു പോയിട്ടും ഈ സംസ്കാരം എന്താണ് നിലനിൽക്കുന്നത്? ആർഷ ഋഷി പരമ്പരയാണ് അതിൻ്റെ കാരണം. 10,000-കണക്കിന് വർഷങ്ങളായി ഈ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഋഷി പരമ്പര അവതരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് ശങ്കരൻ്റെയും വിവേകാനന്ദ സ്വാമികളുടെയും ഇന്ന് ചിദാനന്ദപുരി സ്വാമികളുടെ എല്ലാം രൂപത്തിലും ഭാവത്തിലും അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ കാഷായ വസ്ത്രം ധരിച്ച ഗുരു പരമ്പര എന്നും ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുരു പരമ്പരയെ വന്ദിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നത്. ആ ഗുരു പരമ്പര കാഷായ വസ്ത്രത്തിൽ വന്നു. കാഷായ വസ്ത്രം ത്യാഗത്തിൻ്റെ നിറമാണ്. ആ വസ്ത്രം ധരിച്ചു വന്ന സന്യാസിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുവാൻ സീതാദേവി തയ്യാറായപ്പോഴാണ് രാവണൻ രൂപഭേദം വരുത്തി തൻ്റെ ഒറിജിനൽ വേഷത്തിൽ സീതയുടെ കൈകളിൽ പിടിച്ച് ഈ പറയുന്ന പുഷ്പക വിമാനത്തിലേക്ക് കയറ്റുന്നത്. ഫലമായിട്ട് ഒരു സ്ത്രീയുടെ കൈക്ക് പിടിച്ച് പുഷ്പക വിമാനത്തിൽ കയറ്റുമ്പോൾ ആ പുഷ്പക വിമാനം ഉയർന്നു പൊങ്ങിയപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യുവാൻ ഒരാൾ വന്നു, ഒരു പക്ഷി വന്നു, ജടായു. ജടായുവിൻ്റെ 2 ചിറകുകളും അരിഞ്ഞു കളഞ്ഞുകയാണ് രാവണൻ ചെയ്യുന്നത്. ജടായുവിനെ കൊന്നു. ജടായുവിനോട് എന്താണ് സീതാദേവിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്? ആലോചിച്ച് നോക്കൂ. ഒരു കവിതയിൽ ആരു ഞാനാകണമെന്നൊരു കവിതയുണ്ട്. ആ കവിതയിൽ കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഞാൻ വലുതായിട്ട് ഇപ്പോൾ ആരാകണം? അപ്പോൾ അമ്മ പറയുകയാണ്,
ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം. നീ ആരായാലും കുഴപ്പമില്ല, അത് നല്ലതായിരിക്കണം. ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക. ഇറ്റുവെള്ളത്തിനായി കേടുന്ന ജീവന്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക. മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ ഉഴലുന്ന കുഞ്ഞിന്നു കുടയാവുക. അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിൻ്റെ കൂടെ പിറപ്പാവുക. എന്നിട്ട് അമ്മ പറയുകയാണ്, ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരുത്തൻ്റെ കൂടെ കരുത്തിൻ്റെ കൂട്ടാവുക. ആപത്തിൽ പെട്ടുപോയ സീതാദേവിയെ കൂടെ കരുത്തിൻ്റെ കൂട്ടായിട്ട് ആ സാധു പക്ഷി ജടായു രക്ഷിക്കുവാൻ പരിശ്രമിച്ചു. പക്ഷേ ചന്ദ്രഹാസം കൊണ്ട് ചിറകുകൾ അരിഞ്ഞു കളഞ്ഞു. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുവാൻ ഭാരതത്തിലെ ഒരു പക്ഷി പോലും തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് ഇവിടത്തേക്ക് വന്ന സകലരെയും സ്വീകരിച്ചു നമ്മൾ. ഇസ്രായേൽ അവരുടെ പരമോന്നത ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്ക് നൽകിയപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് കിഴക്കൊരു നാടുണ്ട്, സമസ്ത ലോകത്തിനും വെളിച്ചം വിതറിയ ഭാരതമെന്ന നാട്. നമ്മുടെ പൂർവികന്മാരെ മുഴുവൻ പലരും കൊന്നൊടുക്കി തള്ളിയപ്പോൾ ജൂതൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പൊടിയാതെ ജൂതനെ സംരക്ഷിച്ചൊരു നാടുണ്ട്. ആ നാടിൻ്റെ പേരാണ് ഭാരതം. ആ നാടിൻ്റെ പ്രധാനമന്ത്രി ഇവിടത്തേക്ക് വരികയാണ്. 2 ദിവസം ഇവിടെ ലീവാണ്. ഇസ്രായേൽ അവരുടെ പരമോന്നത ബഹുമതി കൊടുത്തു. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ വികലമായൊരു കാഴ്ചപ്പാട് പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും എല്ലാം നിലനിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. തെറ്റ്. ഭരണഘടന ഉണ്ടായിട്ട് എത്ര വർഷമായി? 1950 ജനുവരി 26. അപ്പോൾ അതിനുശേഷമാണോ ഇസ്ലാമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഭാരതത്തിലേക്ക് വന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി വന്നപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ സ്വീകരിച്ചു. അവർക്ക് പള്ളി ഉണ്ടാക്കി കൊടുത്തല്ലോ. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് ഹിന്ദുക്കൾ ദാനം നൽകിയ ഭൂമിയിൽ ഹിന്ദു ക്ഷേത്രം ഉണ്ടാക്കാൻ വെച്ച കല്ലുകൊണ്ടുണ്ടാക്കിയതാണല്ലോ. സെൻറ്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ചു. നമ്മളവർക്ക് ചർച്ച പണിത് കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കൊന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്തവരാണ് നമ്മൾ ഹിന്ദുക്കൾ. ഏതാണ് നമ്മുടെ ഭരണഘടന? നമ്മുടെ ആപ്തവാക്യമുണ്ട്, നമ്മുടെ ഒരു ശ്ലോകമുണ്ട്, അതാണ് നമ്മുടെ ഭരണഘടന. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഇതാണ് ഭാരതത്തിൻ്റെ ഭരണഘടന. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും. അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളും ഏകമാകുന്ന ഈശ്വരനും. ഏകമേവം അദ്വിതീയം ബ്രഹ്മം അഥവാ ഈശ്വരൻ ഏകനാണ്, രണ്ടില്ലാത്ത ഒന്നാണ്. ആ ഈശ്വരനിലേക്കുള്ള വഴികളാണ് 33 കോടി ദൈവങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെയും ഇസങ്ങളെയും ഇരുകൈകൾ നീട്ടി തന്നിലേക്ക് സ്വീകരിച്ച പാരമ്പര്യമാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരത്തെ നമുക്ക് പ്രദാനം ചെയ്തത് നമ്മുടെ ഋഷി പരമ്പരയാണെന്നറിയണം. അതുകൊണ്ടാണ് ഒരായുഷ്കാലം മുഴുവൻ കമ്മ്യൂണിസത്തിന് വേണ്ടി പടപ്പാട്ടുകളും വിപ്ലവ കഥകളും കവിതകളും ബലികുടീരങ്ങളും എല്ലാം രചിച്ച വയലാർ മരണത്തിൻ്റെ ഏതാനും വർഷം മുമ്പ് ഈ സനാതന ധർമ്മത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ട്. വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാൻ ആളല്ല, എൻ്റെ കരവാള് വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ എൻ്റെ വാള് വിറ്റു, വിപ്ലവമൊക്കെ ഉപേക്ഷിച്ചു, ഞാൻ ഒരു മണിപ്പൊൻ വീണ വാങ്ങി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം എൻ ദർശനം. ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളെ തേടി ആരണ്യകങ്ങളിൽ അലഞ്ഞ മഹർഷിമാരുടെ ചൈതന്യമാണ് എൻ്റെ ദർശനമെന്നും വാളല്ലൻ സമരായുധമെന്നും
കവി പറഞ്ഞപ്പോൾ ഏതൊരു കാഷായ വസ്ത്രധാരിയായ ഋഷി പരമ്പരയുടെ ദർശനമാണ് എൻ്റെ ആശയമെന്ന് വയലാർ പ്രഖ്യാപിച്ച ആ കാഷായ വസ്ത്രധാരിയായ സന്യാസിയുടെ രൂപത്തിൽ വന്ന ഈ ഭീരുവായ രാവണൻ പരസ്ത്രീയെ, പരപുരുഷന്റെ ഭാര്യയെ സ്വന്തമാക്കുവാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ ചതിച്ചു. ഭർത്താവിൻ്റെ അനുജനെയും ചതിച്ചിട്ട് രണ്ടുപേരെയും സ്ഥലത്തിൽ നിന്നും അകറ്റിയിട്ട് ആ സ്ത്രീയെ, പരസ്ത്രീയെ സ്വന്തമാക്കാൻ വേണ്ടി ഈ ഒരുപാട് ദുഷ്ടതകൾ ചെയ്ത് ഒടുവിൽ രക്ഷിക്കുവാൻ വന്ന ജഡായുവിനെയും കൊന്നുകളഞ്ഞ ആ രാവണനെയാണ് മഹാരാജാസ് കോളേജിലെ SFIയുടെ കുട്ടികൾക്ക് പ്രിയമെന്ന് പറയുമ്പോൾ രാവണൻ എത്രമാത്രം ഭീരുവായിരുന്നു, രാവണൻ്റെ ചിന്തകൾ എത്രമാത്രം താഴെയായിരുന്നു, രാവണൻ്റെ മോഹങ്ങൾ, അത്യാഗ്രഹങ്ങളും തീർച്ചയായിട്ടും ധർമ്മവിരുദ്ധവുമായിരുന്നു എന്ന് രാമായണം പഠിപ്പിക്കുന്നു. അങ്ങനെ ജഡായുവിനെ കൊന്നിട്ട് ഈ പുഷ്പക വിമാനത്തിൽ മുകളിലൂടെ പറന്നു പോകുമ്പോഴും സമചിത്തത കൈവെടിയാത്ത സീതാദേവി തൻ്റെ ചേലയിൽ നിന്ന്, സാരിയിൽ നിന്ന് ഒരു പീസ് വസ്ത്രം കീറിയെടുത്തിട്ട് അതിൽ തൻ്റെ ആഭരണങ്ങൾ പൊതിഞ്ഞ് പുഷ്പക വിമാനത്തിൽ നിന്നും താഴേക്ക് ഒരു പറ്റം വാനരന്മാരെ ലക്ഷ്യമാക്കി ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സമചിത്തത കൈവെടിയരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. കേരളത്തിലെ നാലമ്പലങ്ങളിൽ പ്രസിദ്ധങ്ങളാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള നാലമ്പലങ്ങൾ. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങൾ. നാലമ്പലങ്ങളിൽ 3 എണ്ണവും അധികം അകലെയല്ലാതാണ്. നാലമ്പല യാത്രയിൽ ആദ്യം ശ്രീരാമസ്വാമിയെ വന്ദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്ഷേത്രം മാമലശ്ശേരിക്ക് അടുത്ത് തന്നെയുള്ള മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രമാണ്. നാലമ്പല വഴിയിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് മേമുറി ഭരതസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. വനവാസകാലത്ത് രാമലക്ഷ്മണന്മാരെ അന്വേഷിച്ചിറങ്ങിയ ഭരതശത്രുഘ്നന്മാർ വലിയൊരു കാട്ടിലകപ്പെടുകയും പരസ്പരം വേർപെടുകയും ചെയ്തു. പിന്നീട് ഭരതസ്വാമി എത്തി വിശ്രമിച്ച സ്ഥലം ഭരതപ്പള്ളി എന്നറിയപ്പെടുകയും അവിടെയുള്ളവർ അദ്ദേഹത്തെ രാജാവായി വാഴിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കേരളത്തിൽ ശ്രീ ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. വനവാസത്തിന് പോയ രാമലക്ഷ്മണന്മാരെ തിരഞ്ഞെത്തിയ ഭരതശത്രുഘ്നന്മാർ യാത്രാമധ്യേ വലിയൊരു കാട്ടിലകപ്പെടുകയും പരസ്പരം വേർപെട്ടു പോവുകയും ചെയ്തു. വഴിതെറ്റി ഒറ്റപ്പെട്ടു പോയ ഭരതനെത്തി താമസിച്ച സ്ഥലമാണ് ഭരതപ്പള്ളി. പ്രദേശവാസികൾ ഭരതനെ രാജാവായി വാഴിച്ചു. അന്ന് ഭരതൻ വസിച്ചിരുന്ന സ്ഥലത്താണ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം. സീതാപഹരണത്തിനായി വേഷം മാറി വന്ന മാനിനെ ശ്രീരാമൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ മാനിന്റെ മേൽഭാഗം വീണ സ്ഥലം മേമുറിയായി മാറിയെന്നും വിശ്വാസമുണ്ട്. രാമായണ മാസമായ കർക്കിടക മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ, 2025 ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ് ഈ വർഷത്തെ നാലമ്പല തീർത്ഥാടന കാലഘട്ടം. 2008 എറണാകുളം ജില്ലയിലെ നാലമ്പല തീർത്ഥാടനം എന്നൊരു ആശയം ആലോചിക്കുന്നത്. 2009 എറണാകുളം ജില്ലയിലെ നാലമ്പല തീർത്ഥാടനം ആരംഭിക്കുന്നത്.
2009 ചുരുക്കം ഭക്തർ സമീപ പ്രദേശങ്ങളിലായി ദർശനത്തിന് എത്തിയിരുന്നുവെങ്കിൽ 2024 ഏകദേശം 1 ലക്ഷത്തോളം ഭക്തജനങ്ങൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി എറണാകുളം ജില്ലയിലെ ദാശരഥി ക്ഷേത്രങ്ങൾ ദർശിക്കുവാനായി എത്തിച്ചേർന്നിരുന്നു. ക്ഷേത്രത്തിൽ അകപ്രദക്ഷിണ വട്ടത്തിൽ ഗണപതിക്കൂട്ടിൽ ഗണപതി, ശിവൻ, ഹനുമാൻ മുതലായ ദേവന്മാരുടെ പ്രതിഷ്ഠയും വടക്കേ ചുറ്റിൽ കിഴക്ക് ഭാഗത്തായി ലക്ഷ്മണസ്വാമിയും കുടികൊള്ളുന്നു. മതിൽക്കകത്ത് പടിഞ്ഞാറ് ഭാഗത്തായി ഭഗവതിയുടെയും അയ്യപ്പന്റെയും പ്രതിഷ്ഠയും സർപ്പ സാന്നിധ്യവുമുണ്ട്. രാവിലെയും വൈകിട്ടുമായി ക്ഷേത്രത്തിൽ 3 പൂജകളാണ് നടക്കുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പാൽപ്പായസം, താമരമാല, മെതിയടി സമർപ്പണം, കാര്യസാധ്യത്തിനാണ് താമരമാല. സന്താന സൗഭാഗ്യങ്ങൾക്ക് കാര്യസാധ്യത്തിനും എല്ലാത്തിനും പാൽപ്പായസവും വിശേഷമാണ്. പീഠത്തിൽ നിൽക്കുന്ന ശിലാവിഗ്രഹമാണ്. അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഭരതസ്വാമി ക്ഷേത്രം. ഭരതസ്വാമിയുടെ അനുഗ്രഹം തേടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഒട്ടനവധി ഭക്തരാണ് മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. കേരളത്തിൽ ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മേമുറി ഭരതസ്വാമി ക്ഷേത്രം. പടിഞ്ഞാറ് ദർശനമായ ശ്രീകോവിലിൽ ഭക്തർക്ക് അനുഗ്രഹാശിസ്സുകളേകി ഭരതസ്വാമി നിലകൊള്ളുന്നുവെന്നാണ് വിശ്വാസം. കർക്കിടക മാസ പുണ്യം തേടി നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്.